ഇങ്ങനെ ഒരു ജീവിതം അവരുടെ ജീവിതത്തിലുണ്ട്. അവരെ നിസ്കാരത്തിന്റെയും അവരെ ഇബാദത്തിന്റെയും തോതറിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇപ്പൊ കണ്ടോളിങ്ങള്, ഇത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതല്ലേ മൂപ്പര് ഇങ്ങനെ പറയുന്നുള്ളത്. മൂപ്പര് അതന്നെ പറയുള്ളൂ. മൂപ്പർക്ക് പറയാനുണ്ടാവും നമുക്ക് ആദ്യം അറിയാം. അതാണ് പറയുന്നത്, മൂപ്പര് പറയേണ്ടത് പറഞ്ഞിട്ട് പിന്നെ മറുപടി കൊടുത്താൽ മതി. ദുബായിക്ക് ടൂറ് പോകെ എന്താച്ചാ കാട്ടിക്കോട്ടെ, കാട്ടണോലെ. കാരണം അതിൽ നേതാവ് അൽസനിക്ക് നൗഷാദ് കുരുവട്ടൂരിക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും. ആ പറച്ചിലും കൂടി കഴിഞ്ഞോട്ടെ എന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ. ഞങ്ങളൊക്കെയും ഇപ്പോഴും കാണുകയല്ലേ വന്യരായ ഉസ്താദ് അവറുകൾ കുരുവട്ടൂരിൽ ഇന്നും ബഹുമാനപ്പെട്ടവർ നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മഹാനരായ ഉസ്താദ് അവറുകൾ. നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെയും നമ്മൾ അവിടെ കാണുകയാണ്. ഇവരെന്ന് പറഞ്ഞാല് ഇസ്ലാമിന് പുതിയൊരു വേർഷൻ കൊണ്ടുവന്ന ആൾക്കാരാണ്. അഥവാ ഇസ്ലാമിക് വേർഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിന്റെ പേരിൽ ഇവരെന്ത് ചെയ്യാണ്, കുറെ വേണ്ടാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, കാണിക്കുന്നു, വിശ്വസിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു ജീവിതമാണ് ഇവരുടേത്. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരെ കൂട്ടത്തിൽ ഒരാൾ ഇബാദത്ത് ചെയ്ത ബാക്കിയുള്ളവർക്ക് എന്ത് തണ്ടിപ്പും കാട്ടാന്നുണ്ടാവും ചിലപ്പോ. കാരണം ഓല ഷെയ്ഖ്, ഓല അള്ളാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓല ദൈവം എന്ന് പറയുന്നത് മടവൂരാണ്. മടവൂർ ജീവിച്ചത് എങ്ങനെ, നിസ്കരിച്ചിട്ടില്ല, നോമ്പ് നോറ്റിട്ടില്ല, പിന്നെ എന്താണ് പ്രശ്നം? നമ്മുടെ കൂടെ രാത്രിയിലുള്ള സമയത്ത് ഉസ്താദ് ഉറങ്ങുന്നില്ല. കാലങ്ങളായി, കൊല്ലങ്ങളായി അവർ ആ ഇബാദത്തിലാണ്. കൊല്ലങ്ങളായിട്ട് ഊണും ഉറക്കുമില്ലാതെ ഇബാദത്ത് ചെയ്യണ മനുഷ്യന്മാരാണ്. ഇറ്റങ്ങൾ എപ്പോഴെങ്കിലും ഒരു ടൂറും പോയി കണ്ട് ആസ്വദിച്ചു എന്ന് കരുതിയിട്ട് ആകാശം പൊളിഞ്ഞാടൊന്നുമില്ലല്ലോ. എല്ലാവരും കൂടി അതിന്റെ പിന്നാലാണ് കൂടിക്കളി. പാവപ്പെട്ട ഈ മനുഷ്യന്മാര് ഇസ്ലാമിന്റെ പേരിൽ എല്ലാ ഫിത്തന ഉണ്ടാക്കിയാണ്ട് പിന്നെ ഒന്നും ടൂർ പോയാൽ എന്താ കുഴപ്പം? ഒന്നും ഒതുങ്ങി നിങ്ങള്. ആൾക്കാർ പറയണോ നിങ്ങൾ നോക്കണ്ട ഉസ്താദെ, നിങ്ങൾ ബാക്കിയും കൂടി പറഞ്ഞാണി. ഉറക്കമില്ല, എന്നാൽ പിന്നെ പകല് നമ്മൾ ഉറങ്ങുന്നത് പോലെ ഉറക്കമുണ്ടോ? ഇല്ല. അവര് ഇബാദത്തിലാണ്. 18ഓളം വർഷമായി അവര് തുടർച്ചയായ നോമ്പിനാണ്. ശരിക്ക് ഇവരെ മതത്തിനൊരു പേരിട്ട് നന്നായി, കുരുവട്ടൂര് എന്നുള്ളത്. കാരണം എന്താ അറിയോ, ഇസ്ലാമിന് അള്ളാന്റെ റസൂലിനോട് വന്നിട്ട് ഒരാൾ പറയാണ്, ഞാൻ എന്നും നോമ്പ് നോൽക്കും, തുടർച്ചയായിട്ട് നോമ്പ് നോൽക്കും. അപ്പോ അള്ളാഹ് റസൂൽ പറഞ്ഞ് ഒരു കാര്യം എന്താ വെച്ചാല്, നോമ്പ് അനുഷ്ഠിക്കണം, ഇബാദത്തുകൾ ചെയ്യണം, പക്ഷെ മനുഷ്യൻ്റെതായ ബാക്കിയുള്ള ബാധ്യതകൾ കൂടി ചെയ്യണം എന്നാ പറഞ്ഞത്. എന്നിട്ട് അതിന്റെ കൂടെയാണ് ഇബാദത്തുകൾ ചെയ്യേണ്ടത്. അല്ലാതെ 18 വർഷം നീണ്ട ഇബാദത്ത് ചെയ്യുക, 18 വർഷം നീണ്ട നിസ്കരിക്കുക, അങ്ങനെ പരിപാടിയില്ല. ഒരു ദിവസം 5 വക്ത് നിസ്കരിക്കുക, സുന്നത്തുകൾ നിസ്കരിക്കുക, പിന്നെ റമദാൻ മാസം വരുമ്പോൾ നോമ്പ് വിൽക്കുക, അതേപോലെ തന്നെ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുക. ഇത്രയൊക്കെയാണ് ഇസ്ലാമിൽ പറയണത്. അപ്പൊ ഇവരെ മതം എന്ന് പറഞ്ഞാൽ എന്താണ്, ചെയ്യണ ഒരാളാണ് നീട്ടിയാണ് ചെയ്തു പോവുക. ബാക്കിയുള്ളവർ പിന്നെ എന്തെങ്കിലും തണ്ണിപ്പ് കാട്ടി ബാക്കിയുള്ളവർ എന്ത് ചെയ്തു, ഇവന്റെ ഇതിലാണ് പോയി. അപ്പോൾ മടവൂർ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് പറ്റും പോലെയൊക്കെ എന്ത് ചെയ്തു, നോമ്പ് നോറ്റിട്ടില്ല, അസ്തഗ്ഫിറുല്ലാഹ് അല്ലാതെയും അദ്ദേഹത്തെ കുറ്റം പറയല്ല. ഈ ജാതി മനുഷ്യന്മാർ ഇവിടെ ദുനിയാവിലുണ്ടാകുമ്പോൾ എങ്ങനെ പറയാതിരിക്കുക? ഒരു ദിവസവും അവർക്ക് നോമ്പിൽ നിന്ന് ഒഴിവില്ല. അവരെ ആക്ഷേപിക്കുന്നവരും കുറ്റം പറയുന്നവരും ഈ കഥ അറിയുന്നുണ്ടോ കൂട്ടുകാരെ? ഇസ്ലാമിന് ഇങ്ങനെ ഒരു കഥ പരിചയമില്ലല്ലോ കൂട്ടുകാരാ. നമുക്കാകുമോ ഒരു മാസം പോകട്ടെ, 3 ദിവസം നമുക്ക് ഊണും ഉറക്കമൊന്നും ഇല്ലാതെ നടക്കാനാകുമോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. തെറ്റിദ്ധരിച്ചു പോയതാട്ടോ. ഇവര് മനുഷ്യന്മാരൊന്നല്ലാന്ന്, ഇവര് മലക്കൾ തന്നെയാണ്, ഒരു സംശയമില്ല കേട്ടോ. അള്ളാഹ് നേരിട്ട് മലക്കൾ ഇറക്കി തന്നെയാണോ. ലാ ഹൗല വലാ, ഒരു രക്ഷയില്ല. 3-4 മാസം നമ്മളെ കൊണ്ട് കജൂലാന്ന് മൂപ്പര് തന്നെ പറഞ്ഞു. 18 വർഷമായിട്ട് ഒന്നും തിന്നാതെ, 18 വർഷമായിട്ട് നോമ്പ് തന്നെ. നോമ്പ് തുറക്കണമെന്നില്ല, അങ്ങോട്ട് നോമ്പ് ആണ് സ്വിച്ച് ഇട്ട് വെച്ചുക, നോമ്പിന്റെ സ്വിച്ച് ഇട്ട് വെച്ചു. 18 കൊല്ലമായിട്ട് ഓഫ് ആക്കിയിട്ടില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇങ്ങനെ ഒരു മലക്കിഞ്ഞ് ഭൂമിയിൽ ഇറങ്ങാണ്ടോ? കഴിയില്ല. പിന്നെ ഏത് കാലത്തും അസൂയക്കാരുണ്ടാകും, അത് തിരിയാത്തവരുണ്ടാകും. മഹാനരായ എന്റെ ഉസ്താദിന്റെ കൂടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു കാരക്ക കൊണ്ട് നോമ്പ് തുറക്കും, വെള്ളവും കുടിക്കും. അന്ന് പിന്നെ ഭക്ഷണമില്ല. പിന്നെ അത്താഴത്തിന്റെ സമയത്ത് ഉസ്താദ് അവർകൾ ഒരു കാരക്ക എടുക്കും, വെള്ളവും കുടിക്കും. കാരക്കയും വെള്ളവുമല്ലാതെ ഒരു ഭക്ഷണവും കഴിക്കാതെ മാസങ്ങളോളം നോമ്പ് നോറ്റത് ഉസ്താദ് അവർകളെ ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. പൊന്നാരൻ നൗഷാദേ, എന്റെ കാര്യം ആലോചിച്ചിട്ടാണ് വളരെ കഷ്ടട്ടോ. ഇതെന്റെ തലയിലുള്ള കെട്ടൊന്ന് അയച്ചു വെച്ച് കുറച്ച് ദിവസം നടന്നു നോക്കോണ്ടി, ഇന്നാലെങ്കിലും എന്റെ അസുഖം മാറി കിട്ടിയാലേ. നോമ്പ് തുറക്കുമ്പോൾ ഒരു കാരക്കയും കുറച്ച് വെള്ളം കുടിച്ചും, പെലച്ചക്ക് ഒരു കാരക്കയും കുറച്ച് വെള്ളം കുടിച്ചും, ഇങ്ങനെ 18 കൊല്ലം ഒരു മനുഷ്യനെ അങ്ങോട്ട് നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ കോലം എന്തത്തേക്കാരം, എല്ല് തടിമവാക്കി ഉണ്ടാവോ? എന്താണ് നൗഷാദ് എന്റെ ഒക്കെ തലന്റെ ഉള്ളിൽ? എന്താണ് ഇതൊക്കെ ഈ പറയണത്? ഈ മനുഷ്യന്മാരുടെ ഇടയിൽ ഓപ്പൺ ആയിട്ട് ഈ ജാതി പൊട്ടത്തരൊക്കെ പറയാൻ എന്നെ കൊണ്ട് തന്നെ കജ്ജുള്ളൂ. വല്ലാത്ത ജാതി തന്നെയാണ് ജോ.
കൂട്ടുകാരെ, തീക്കള്ളി കൊണ്ട് തലചൊറിയണ്ട. അത് നൗഷാദ് പറഞ്ഞ കാര്യമാണ്. തീക്കൊള്ളി കൊണ്ട് ആരും തലയിൽ ചൊരാൻ നിൽക്കണ്ട, തല പൊള്ളും. അത് വിഷയം തന്നെയാണ്. പക്ഷെ എന്താ പറയുക, നൗഷാദ് പറയണ പൊട്ടത്തരൊക്കെ കൂടി അംഗീകരിക്കാൻ കഴിയൂലോ. വല്ലാത്ത ജാതി. എങ്ങനെ ഇതിന്റെയൊക്കെ വർത്താനം പറഞ്ഞായിട്ട് വല്ല പാറ മുന്നിലുണ്ടെങ്കിൽ ആ പാറകൾ പൊട്ടിത്തെറിച്ചും. ആ ജാതി പേടിയാണ്. ഈ കളി ഔലിയാക്കളുടെ വഴിയിലുള്ളവരോട് നമ്മൾ ചെയ്തു പോയാൽ അവർക്ക് നഷ്ടമൊന്നും വരാനില്ല. ഇജ്തിനാബുൽ മൻഹിയാതി ളാഹിറൻ വബാത്തിന. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാദ്യം പഠിക്കണല്ലോ. ത്വരീഖത്ത് വിശദീകരണം എല്ലാം കഴിഞ്ഞ് ത്വരീഖത്ത് എന്താ അതറിയില്ല, അത് പറ്റൂല. അത് ശരിയാണ് ഉസ്താദെ, അത് ഇച്ചു അറിയില്ല. ഒന്ന് പറഞ്ഞെന്നാ നിങ്ങള്. അപ്പൊ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇജ്തിനാബുൽ മൻഹിയാതി ളാഹിറൻ വബാത്തിന. അല്ലാഹ് വിരോധിച്ച കാര്യങ്ങളെ ളാഹിറൻ വബാത്തിനൻ, ഉള്ളും പുറവും ഒഴിവാക്കുക. വംതിസാലുൽ ലവാമിരി അല്ലിലാഹിയ ബിഖദരി ത്വാഖ. നമ്മളെ കഴിവിന്റെ പരിധി അനുസരിച്ച് അല്ലാഹ് നിർദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇഞ്ച നൗഷാദെ, ഒക്കെ ജന്നെ പറഞ്ഞ എങ്ങനെ നടക്കുക? അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങൾ മുഴുവൻ ചെയ്യണം എന്ന് ഇജ്ജ് പറയാം. എന്നിട്ട് ഇജ്ജ് പറയാണ് 700 റക്അത്ത് ഒന്നായിട്ട് നിസ്കരിച്ചു പോകുന്നു. അതേപോലെ തന്നെ 18 കൊല്ലം നീണ്ട് നോൽമ്പോറ്റൂന്ന്. 700 റക്അത്ത് ഒരു ദിവസം കൊണ്ട് ഒരു രാത്രി നിസ്കരിക്കണം എന്ന് മാത്രമല്ല, എന്ത് ചെയ്യണം എന്നറിയോ? ഈ 2 റക്അത്ത് കൂടുമ്പോൾ വുദു പുതുക്കണം എന്നാ പറയണേ. അപ്പോൾ ഈ 2 റക്അത്ത് നിസ്കരിച്ചതിൻ്റെ അടിയിൽ പാളിയിട്ടുണ്ടാവും. അല്ലാതെ ഇസ്ലാമിൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ ഏതായാലും 700 പറഞ്ഞിട്ടില്ല. അതിൻ്റെ അപ്പുറത്ത് 2 റക്അത്തിൻ്റെ അടിയിൽ വുദു പുതുക്കാനും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ നൗഷാദ് ഇതൊക്കെ അള്ളാഹ് പറഞ്ഞ കാര്യമാകാം? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.